അടുത്തതായി അദ്ദേഹം പറയുന്നത് ദ ബിഗ്ഗസ്റ്റ് ചാലഞ്ച് ഓർ ദ ബിഗ്ഗസ്റ്റ് ക്രൈസിസ് നോക്കിംഗ് ഓൺ ദി ഡോർസ് ഓഫ് ഹ്യൂമൻ കൈൻഡ്. രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ നമ്മുടെ മനുഷ്യന്മാർ നേരിടുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന് ഫിയർ, മറ്റൊന്ന് ഇൻടോളറൻസ്. എന്താണ് ഈ ഇൻടോളറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഇൻടോളറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ആളുകളുടെ ഡിഫറൻസസ്, അതായത് എനിക്ക് ഉള്ള പോലെയല്ല നിങ്ങൾക്കുണ്ടാവുക, നമുക്ക് എല്ലാവർക്കും പോരായ്മകളുണ്ടാവും. ഇത്തരം പോരായ്മകളെ അക്സെപ്റ്റ് ചെയ്യാതെ, അങ്ങനെ ഒരു അൺവില്ലിങ്നെസ് ടു അക്സെപ്റ്റ്, മറ്റൊരാളുടെ പോരായ്മകളെ അക്സെപ്റ്റ് ചെയ്യാതെ അത് പറ്റില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഈ ഒരു പേടിയും ഈ ഒരു ഇൻടോളറൻസും നമ്മുടെ മാനുഷികതയെ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റിയെ നശിപ്പിക്കും എന്നാണ് പറയുന്നത്. ഇന്നത്തെ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് നേരാവണ്ണം വിദ്യാഭ്യാസം പോലും ലഭിക്കുന്നില്ല എന്ന് പറയുന്നു. ഇന്ന് എന്താ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ാം ക്ലാസ് തൊട്ട് അല്ലെങ്കിൽ LKG തൊട്ട് ബാഗും തൂക്കി പോകുന്നു, കുറേ പഠിക്കുന്നു, വരുന്നു, ഹോംവർക്ക് എഴുതുന്നു, വീണ്ടും പോകുന്നു, പരീക്ഷ എഴുതുന്നു, കുറേ മാർക്ക് കിട്ടുന്നു, കഴിഞ്ഞു. അതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു വിദ്യാഭ്യാസത്തിൻ്റെ രീതിയിൽ മാറ്റമുണ്ടോ? അദ്ദേഹം അത് തന്നെയാണ് പറയുന്നത്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ അർത്ഥത്തെ ഉള്ളതായിട്ടല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ദേ ആർ നോട്ട് ബീങ് ടോട്ട് ദ ട്രൂ മീനിങ് ഓഫ് ലൈഫ്, ഹൗ ടു ലിവ് വിത്ത് പർപ്പസ് ഓർ ഹൗ ടു കെയർ ഫോർ പീപ്പിൾ ഫ്രം ഓൾ അറൗണ്ട് ദ വേൾഡ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളെ സ്നേഹിക്കുകയും നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുകയും അതുമാത്രമല്ല നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും കൂടെ ചെയ്യുന്നതാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് അതല്ല അവിടെ നടക്കുന്നത്. അപ്പോൾ ഇത്തരം രീതിയിൽ വിദ്യാഭ്യാസം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ സൊസൈറ്റിയും അതുപോലെ തന്നെ ഹ്യൂമാനിറ്റിയെ ഒരുപാട് ബാധിക്കുമെന്നാണ് പറയുന്നത്. ഇഫ് വി ആർ ഫെയിലിംഗ് ടു ടീച്ച് ചിൽഡ്രൻ പ്രോപ്പർലി, ഇറ്റ് വിൽ ലീഡ് ടു എ ലോട്ട് ഓഫ് ആംഗർ, വയലൻസ് ആൻഡ് കോൺഫ്ലിക്റ്റ് ഇൻ ഫ്യൂച്ചർ. ദിസ് വയലൻസ് കുഡ് ഡിസ്ട്രോയ് സൊസൈറ്റീസ് ആൻഡ് ഹാം all of humanity if nothing is done about it. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കറക്റ്റായ രീതിയിൽ വിദ്യാഭ്യാസം കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ഒരു സൊസൈറ്റി ഇങ്ങനെ താന്ന് അത് വളരെ മോശപ്പെട്ട വയലൻസും കോൺഫ്ലിക്റ്റും അടിയും ബഹളവും ഒക്കെ ആയിട്ടുള്ള രീതിയിലേക്ക് മാറുകയാണ് ചെയ്യുള്ളൂ. അപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് കൊടുക്കേണ്ടത് എന്താണ്? വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസത്തിനെ കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഇൻടോളറൻസും വയലൻസും പേടിയും എല്ലാം നമുക്ക് തടയാൻ സാധിക്കുള്ളൂ. എഡ്യൂക്കേഷൻ ഈസ് ദ സൊല്യൂഷൻ ടു ഫിക്സ് ദി പ്രോബ്ലംസ് ഓഫ് ഫിയർ ആൻഡ് ഇൻടോളറൻസ് ആൻഡ് ഇറ്റ് വിൽ ഹെൽപ്പ് പ്രിവെൻറ്റ് വയലൻസ്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ നിങ്ങൾക്ക് കാണാം ഗ്ലോബൽ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്. ഗ്ലോബൽ സിറ്റിസൺഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോകം എന്ന് പറയുന്നത് ഒരുപാട് കൺട്രീസ് അല്ലെങ്കിൽ ഒരുപാട് രാജ്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കൾച്ചേഴ്സ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. അപ്പോൾ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഓരോ റോളുണ്ട് നമ്മുടെ ഒരു രാജ്യത്തെന്ന് പറയുന്നതിൽ. അപ്പോൾ ഓരോ ആളുകളുടെയും ചാലഞ്ചസ് അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ട് ഡിഫറെൻ്റാണ്. എനിക്കുള്ള ബുദ്ധിമുട്ടല്ല നിങ്ങൾക്കുള്ളത്. ഓരോ ആളുകളുടെയും ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ട് എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് നമുക്ക് അവരുടെ ചാലഞ്ചസ് കൂടി നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയണം എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരുമിച്ചൊരു ഒത്തൊരുമയോടെ മുന്നോട്ട് പോകണം എന്നാണ് നമ്മുടെ കൈലാസ് സത്യാർത്ഥി ഇവിടെ പറയുന്നത്. തുടർന്ന് അദ്ദേഹത്തിൻ്റെ ലെക്ചറിൽ നമുക്ക് മലാല യൂസഫ്സായിനെ ഡോക്ടർ മലാല എന്ന് പറയുന്ന അഭിസംബോധന ചെയ്യുന്നത് കാണാൻ പറ്റും. ഇവിടെ അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന ഒന്നും മാത്രമല്ല നമ്മുടെ സ്ത്രീകളുടെ ഉന്നമനം. അതായത് സ്ത്രീകൾ ഇന്ന് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് വേൾഡിൽ നിന്ന്, അതായത് ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് എന്താണോ സത്യം, എന്താണോ ശരി, അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് ഇന്നത്തെ ലോകത്തിൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. ചൂസിങ് പീസ് ഓവർ വയലൻസ്, അതായത് സമാധാനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ടോളറൻസ് ഓവർ എക്സ്ട്രീമിസം, ടോളറൻസ് എന്ന് പറയുന്നത് ഒരാളെ അക്സെപ്റ്റ് ചെയ്യുക. എക്സ്ട്രീമിസം എന്ന് പറയുന്നത് ഭയങ്കര വയലൻ്റ് ആയിട്ട് ഉള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ എന്താണോ ശരി അതിനു വേണ്ടി നിൽക്കുന്ന ഒരുപാട് യങ് ഗേൾസിനെ അദ്ദേഹം പറയുന്നുണ്ട്. ദീസ് യങ് ഗേൾസ് ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ് ഇൻക്ലൂഡിങ് ആഫ്രിക്ക ആർ ലീഡിങ് ബൈ എക്സാമ്പിൾ ആൻഡ് ഫൈറ്റിംഗ് ഫോർ എ ബെറ്റർ വേൾഡ്. ഒരു പുതിയ യുഗത്തിന് വേണ്ടി അല്ലെങ്കിൽ പുതിയൊരു ലോകത്തിന് വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരികളായ പെൺകുട്ടികളെ അദ്ദേഹം പറയുന്നുണ്ട്. തുടർന്ന് അദ്ദേഹം പറയുന്നു, നമുക്കിപ്പോൾ ഈ ഒരു ചൈൽഡ് ലേബറിനെതിരെയോ അല്ലെങ്കിൽ ലോകത്തെ നന്നാക്കുന്നതിനെതിരെ ഒരുപാട് കാര്യങ്ങൾ പറയാം, അല്ലെങ്കിൽ ഒരുപാട് സൊല്യൂഷൻസ് പറയാം, അല്ലെങ്കിൽ ഒരുപാട് ഉപദേശങ്ങൾ പറയാം.
പക്ഷേ ഉപദേശങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രമായോ നമ്മൾക്ക് കാര്യം നടക്കുക? ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഉപദേശം കൊണ്ട് മാത്രം നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ? നമ്മൾ ആ ഒരു പ്രവൃത്തിയിലേക്ക് ഇറങ്ങി തിരിച്ചാൽ മാത്രമാണ് നമുക്ക് ആ ഒരു കാര്യം ജയിക്കാൻ സാധിക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഒരു അമേരിക്കയിൽ കിടക്കുന്ന ഒരാൾ ഇവിടെ കേരളത്തിൽ നടക്കുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ട് അഭിപ്രായം പറയാൻ നിന്നാൽ എന്താ അവസ്ഥ? അദ്ദേഹത്തിന് എന്താണ് കേരളത്തിൽ നിന്ന് പുറമേ നിന്ന് നോക്കിയിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. ഇവിടെ വന്നിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഉള്ളൊരാൾ പറയുന്നതാണോ, എവിടെയോ കിടക്കുന്ന ഒരാൾ പറയുന്നതാണോ ശരിയാവുക? ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്തൊരാൾ പറയുന്നതാണ് ശരിയാവുക. അപ്പം അത് തന്നെയാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ഇത് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ ഈ ചൈൽഡ് ലേബറോ അല്ലെങ്കിൽ അത്തരം ബുദ്ധിമുട്ടുകളെല്ലാം എക്സ്പീരിയൻസ് ചെയ്ത ആളുകളിൽ നിന്നും നമ്മൾ ഓരോ സൊല്യൂഷൻസ് അല്ലെങ്കിൽ ഓരോ പരിഹാരങ്ങൾ അവരിൽ നിന്ന് തന്നെ നമ്മൾ ആർജിച്ചെടുക്കണം. അല്ലെങ്കിൽ അവരിൽ നിന്നും തന്നെ നമ്മൾ ഓരോ സൊല്യൂഷൻസ് ഉണ്ടാകണം. അല്ലാതെ നമ്മളൊന്ന് പോയി കുറേ ഉപദേശം കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഓരോ വ്യക്തിത്വങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഓരോ സ്മോൾ ഗ്രൂപ്പ്സ് ആയിക്കോട്ടെ, ഓർഗനൈസേഷൻസ് ആയിക്കോട്ടെ, അങ്ങനെ പല പല ആളുകളോട് ചോദിച്ച്, ഇത് നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ആളുകളോട് ചോദിച്ച് അതിന് വേണ്ട പരിഹാരങ്ങളും ഉപദേശങ്ങളും എല്ലാം സ്വീകരിച്ചിട്ട് നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഇതിൽ പ്രവർത്തിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ദേ ലൈ ഇൻ സ്മോൾ ഗ്രൂപ്പ്സ് ആൻഡ് ലോക്കൽ ഓർഗനൈസേഷൻസ് ആൻഡ് ഇൻഡിവിജ്വൽസ് ഹു ആർ കൺഫ്രോണ്ടിങ് വിത്ത് ദ പ്രോബ്ലം എവറി ഡേ. ഇത്തരം ഇഷ്യൂസ് ആയിട്ടില്ല, ഈ ചൈൽഡ് ലേബറോ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ദിവസേന ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ഇത്രയും പ്രോബ്ലംസിനായിട്ട് എതിരെ ഇങ്ങനെ ഈ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ആളുകളോട് തന്നെ ചോദിക്കൂ ഇതിനെന്താണ് പോം വഴി എന്നുള്ളത്. അപ്പോൾ അവർ തന്നെ പറയും ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്നുള്ളത്. പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ഒരു കഥയാണ് ഇവിടെ പറയുന്നത്. കഥ ഇത്ര മാത്രം, ഒരു വലിയ കാട്ടുതീ ഒരു ഫോറസ്റ്റിൽ സംഭവിച്ചു. ഫോറസ്റ്റ് ഫയർ ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് അനിമൽസ് എല്ലാം പരിഭ്രാന്തരാകും അല്ലേ, ഒരു കാട്ടുതീ വരുമ്പോൾ. അപ്പോൾ കാടിൻ്റെ രാജാവ് ആരാണ്? കിങ് ഓഫ് ഫോറസ്റ്റ് ആരാ? ലയൺ. അപ്പോൾ ആ ലയണും എല്ലാ മൃഗങ്ങളും പുറത്തേക്ക് ഓടിപ്പോവുക. അപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുന്ന നേരം ഒരു ചെറിയൊരു പക്ഷി, ഒരു സ്പാരോ, ഒരു കുരുവി ഈ കാട്ടുതീയുടെ ഉള്ളിലേക്ക് പോകുന്നത് കണ്ടു. പറന്ന് കാട്ടുതീയുടെ ഉള്ളിലേക്ക് പോകണ കണ്ടു. അപ്പോൾ ഈ സിംഹം ചോദിച്ചു, നീ ഇപ്പം എങ്ങോട്ടാണ് പോകുന്നത്, നീ എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ആ പക്ഷി പറഞ്ഞത്, ഞാൻ ആ ഒരു തീ അണയ്ക്കാൻ പോവാണ്, ഞാൻ തീ കെടുത്താൻ പോവാണ്. അപ്പോൾ ലയണ്ണാകെ ഭയങ്കര ഷോക്ക്ഡായി, അല്ലെങ്കിൽ പുച്ഛമായി. നിനക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഈ നിൻ്റെ കൊക്കിൽ കൊള്ളാവുന്ന ഈ വെള്ളം വെച്ചിട്ട് നീ എങ്ങനെയാ അപ്പോൾ ആ ഒരു തീയെ അണയ്ക്കാൻ നിനക്ക് പറ്റുക? ഹൗ ക്യാൻ യു ഡു ഇറ്റ് കീപ്പിംഗ് ജസ്റ്റ് 1 drop ഓഫ് വാട്ടർ ഇൻ യുവർ ബീക്ക്? കിളിക്ക് വളരെ ഒരു ചെറിയ കൊക്കാണ് ഉണ്ടാവുക, ബീക്കാണ്, അതിൻ്റെ ഒരു ഫ്രണ്ടിലുള്ള കൊമ്പില്ലേ, അതിൽ കൊള്ളാവുന്ന വെള്ളം വെച്ച് നിനക്ക് എങ്ങനെ തീ അണയ്ക്കാൻ പറ്റുക? ചോദിച്ചത് ചോദ്യമാണ്. പക്ഷേ ആ കിളി എന്താ തിരിച്ച് ഉത്തരം പറഞ്ഞത്? ഐ ആം ഡൂയിങ് മൈ ബിറ്റ്. അതായത് എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യും. അതുതന്നെയാണ് അദ്ദേഹം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഓരോ ആളുകൾക്കും നമുക്ക് പറ്റാവുന്നത് നമ്മൾ ചെയ്യുക. നമ്മളെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ. നമുക്ക് ഒരു കുട്ടിക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ എങ്കിൽ നമ്മളത് കൊടുക്കുക. മറ്റൊരാൾക്ക് മറ്റേത് പറ്റുമെങ്കിൽ അത് ചെയ്യുക. വേണ്ടത് നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്യുക. അങ്ങനെ എല്ലാവരും അവനവനെ കൊണ്ട് പറ്റുന്നത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ലോകത്തിന് ഒരുപാട് മുന്നോട്ട് എത്താൻ സാധിക്കും എന്നാണ് പറയുന്നത് അദ്ദേഹം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സംഘടന ഈ ചൈൽഡ് ലേബർക്കെതിരെ ഇങ്ങനെ ഒരുപാട് ആളുകൾ ഒത്തൊരുമിച്ചപ്പോൾ, ഒരുപാട് ഇൻഡിവിജ്വൽസ് ഒത്തൊരുമിച്ചപ്പോൾ ഒരു കളക്റ്റീവ് എഫേർട്ടായി, വളരെ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള കളക്റ്റീവ് എഫേർട്ടിൽ അദ്ദേഹം ഈ ചൈൽഡ് ലേബറിനെതിരെ അദ്ദേഹത്തിന് പ്രയത്നിക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. നമ്മളിന്ന് ജീവിക്കുന്നത് ഒരു പുതിയ യുഗത്തിലാണ്, ഒരു ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ ഒരു മോഡേൺ ഡേയിലാണ്. നമുക്കിപ്പോൾ ഒരുപാട് ടെക്നോളജീസ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട് അല്ലേ, ഒരുപാട് കാര്യങ്ങളുണ്ട്, ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ഒരു സാധനം കച്ചവടം ചെയ്യണമെങ്കിൽ നമുക്ക് ഫോണിലിരുന്ന് കച്ചവടം ചെയ്താൽ അടുത്ത രാജ്യത്തേക്ക് എത്തും. ഒരുപാട് വിമാനങ്ങളുണ്ട്. പക്ഷെ നമുക്കിടയിൽ ഒരു സാധനം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് കമ്പാഷനാണ്. എന്താ കമ്പാഷൻ? സ്നേഹം. നമുക്ക് ടെക്നോളജിയൊക്കെ ഉണ്ട്, നമ്മൾ തമ്മിൽ ഭയങ്കര ടെക്നോളജി ഭയങ്കര ഉയർന്നു കഴിഞ്ഞു. പക്ഷെ നമ്മുടെ ഇടയിൽ എന്തില്ല? സ്നേഹമില്ല. അപ്പോൾ ആ സ്നേഹമുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്.
So let us transform this individual compassion into global compassion. Let us globalize compassion. നമുക്ക് നമ്മളോടൊരു സ്നേഹം ഉണ്ടാവും, അതില്ലാത്തവരാരുമില്ല അല്ലേ? പക്ഷേ നമുക്ക് മറ്റൊരാളോട് സ്നേഹമില്ല. അപ്പോൾ പരസ്പരം നമ്മളെല്ലാവരും സ്നേഹിക്കണം. അങ്ങനെ ആ സ്നേഹത്തോടെ നമുക്ക് നമ്മുടെ ലോകത്തെ നന്നാക്കാൻ കഴിയും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഓരോരോ വലിയ വലിയ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻസ്, പരിഹാരങ്ങളെല്ലാം വലിയ വലിയ അഡ്വൈസുകളിലോ അല്ലെങ്കിൽ വലിയ വലിയ കോൺഫറൻസുകളിലോ വലിയ വലിയ മീറ്റിങ്സിലോ ഒന്നുമല്ല, നമ്മളിൽ ഓരോരുത്തരിലുമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ ഓരോരുത്തരും ശ്രമിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒത്തൊരുമയുടെ ഒരു കളക്റ്റീവ് എഫേർട്ടായിട്ട് മുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്തും ഇവിടെ സാധ്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്തതായി അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ ഒരു കോട്ട് പറയുന്നുണ്ട്. ഇഫ് യു ആർ ടു ടീച്ച് റിയൽ പീസ് ഇൻ ദിസ് വേൾഡ് വി ഷാൽ ഹാവ് ടു ബിഗിൻ വിത്ത് ചിൽഡ്രൻ. അതായത് നമ്മുടെ ലോകത്തിന് എന്താണ് സമാധാനം എന്ന് പഠിപ്പിക്കണമെങ്കിൽ നമ്മളത് കുട്ടികളിൽ നിന്നും തുടങ്ങണം എന്നാണ് പറയുന്നത്. പക്ഷേ കൈലാസ് സത്യാർത്ഥി അതിൽ ആഡ് ചെയ്യുന്നത് ഇത്ര മാത്രം: ലെറ്റ് us യുണൈറ്റ് ദ വേൾഡ് ത്രൂ ദ കമ്പാഷൻ ഫോർ അവർ ചിൽഡ്രൻ. അതായത് നമുക്കൊരു കളക്റ്റീവ് എഫേർട്ട് വേണം ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട്. മീനിങ് വി ഷുഡ് all be driven to make sure every child is cared for, protected and allowed to live a full life. അതായത് ഓരോ കുട്ടികൾക്കും അവരുടെ രീതിയിൽ അവർക്ക് വേണ്ട പരിഗണനയും സംരക്ഷണവും എല്ലാം കൊടുത്ത് ഒരു കുട്ടി ജീവിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം ഓരോ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന കുട്ടികളുടെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഫുട്ബോൾ ഉണ്ടാക്കണമെങ്കിൽ ആ ബോൾ ഉണ്ടാക്കുക, സ്റ്റിച്ച് ചെയ്തിട്ട് ബോൾ ഉണ്ടാക്കണം. പക്ഷേ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന നിർമ്മാണം ചെയ്യുന്നത് കുട്ടികൾ തന്നെയായിരിക്കും. പക്ഷേ ആ കുട്ടികൾക്ക് ഒരിക്കൽ പോലും ഫുട്ബോൾ കൊണ്ട് കളിക്കാൻ സാധിക്കുന്നില്ല. പിന്നെ കൊക്കോ എന്ന് പറയുന്നത് നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന കൊക്കോ ഹാർവെസ്റ്റ് ചെയ്യുന്നതിലും അതിലെല്ലാം പണിയെടുക്കുന്നത് കുട്ടികളാണ്. പക്ഷെ അവർക്ക് ഇന്നേ വരെ ചോക്ലേറ്റ് കഴിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. അതുപോലെ ഇബോള ഡിസീസ് വന്നിട്ട് മരണപ്പെട്ട കുട്ടികളുണ്ട്. തട്ടിക്കൊണ്ടുപോയിട്ട് ഓരോ മോശപ്പെട്ട സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. ഇത്തരം കുട്ടികളെല്ലാം നമ്മുടെ കുട്ടികൾ തന്നെയാണ്. അവർക്ക് വേണ്ടി നമ്മൾ പ്രയത്നിക്കണം. അതാണ് അദ്ദേഹം പറയുന്നത്. ഒരു കളക്റ്റീവ് ആക്ഷൻസ് വേണം. അപ്പോൾ കളക്റ്റീവ് ആക്ഷൻസ് വളരെ നെസസറിയാണ്. അത് പെട്ടെന്ന് തന്നെ വേണം. ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും ഓരോ കുട്ടിയും ഓരോ കുട്ടിത്തവും എല്ലാം അതിനെ ബാധകമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഒരു കഥ ഇവിടെ പറയുന്നുണ്ട്. അദ്ദേഹം ഒരു 8 വയസ്സുകാരിയായ ഒരു കുട്ടിയെ രക്ഷിച്ചപ്പോൾ, ഒരു സ്റ്റോൺ ക്വാറിയിൽ നിന്ന് ഒരു കുട്ടിയെ രക്ഷിച്ചപ്പോൾ ആ കുട്ടി അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി, നിങ്ങൾ എത്ര കാലമായി, നിങ്ങൾക്കൊന്ന് നേരത്തെ വന്ന് എന്നെ രക്ഷിക്കാമായിരുന്നില്ലേ എന്ന് ആ കുട്ടി അദ്ദേഹത്തിനോട് ചോദിച്ചു. അപ്പം അദ്ദേഹത്തിന് അത് ഭയങ്കരമായൊരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. അത് പക്ഷേ ആ ഒരു ചോദ്യം, നിങ്ങൾ ഇത്ര കാലമായില്ലേ, നിങ്ങൾക്കൊന്ന് നേരത്തെ എന്നെ വന്ന് രക്ഷിക്കാമായിരുന്നില്ലേ എന്നുള്ള ചോദ്യം നമ്മുടെ ലോകത്തിനോടുള്ള ചോദ്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്കുള്ളതാണ്, നമ്മുടെ കളക്റ്റീവ് റെസ്പോൺസാണ്. നമ്മളെല്ലാവരും കുട്ടികളെ രക്ഷിക്കണം എന്നാണ് പറയുന്നത്. ഹൗ മെനി മോർ ചിൽഡ്രൻ, ഗേൾസ് വിൽ വി അലൗ ടു സ്റ്റേ ഇൻ ഡേഞ്ചേഴ്സ് വിത്തൗട്ട് ഹെൽപ്പിംഗ് ദം. നമ്മൾ എത്ര കുട്ടികളെ ഇങ്ങനെ ഓരോ മോശപ്പെട്ട ഡേഞ്ചറസ് സിറ്റുവേഷൻസിലാക്കാം ഇനി? അത് പാടില്ല. അങ്ങനെ നമ്മൾ ഓരോരുത്തരും കളക്റ്റീവായിട്ട് നമ്മൾ ഇറങ്ങി തിരിക്കണം. എങ്കിലാണ് ഇതിലെന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുകയുള്ളൂ. നമ്മൾ സൈലൻ്റായി ഇരുന്നിട്ടോ, നമ്മൾ ഒരു ആക്ഷൻ എടുക്കാതെ ന്യൂട്രലായി ഇരുന്നിട്ടോ യാതൊന്നും കാര്യമില്ല. പെസിമിസം, പാസിവിറ്റി എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. പാസിവിറ്റി എന്ന് വെച്ചാൽ ഒരു ആക്ഷനും എടുക്കാതിരിക്കുക. പെസിമിസം എന്ന് വെച്ചാൽ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, കുട്ടികളെ ഹെൽപ്പ് ചെയ്യുക, അതൊന്നും ആവശ്യമില്ല, അതിൻ്റെ ഒന്നും ആവശ്യം അവർക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഈ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇത് ശരിയാവില്ല. നമ്മൾ കുട്ടികൾക്ക് വേണ്ടി പ്രയത്നിക്കണം. എല്ലാ ഗവൺമെൻറ്റും അതുപോലത്തെ ഇൻ്റർ ഗവൺമെൻറ്റൽ ഏജൻസീസും മതപരമായി ജോലി ചെയ്യുന്ന ആളുകളും റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ടീച്ചേഴ്സും NGOസും എല്ലാവരും ഇതിനു വേണ്ടി പ്രവർത്തിക്കണം. ഈ കുട്ടികൾക്കെതിരെയുള്ള അക്രമങ്ങൾക്കെതിരെ നമ്മൾ പ്രവർത്തിക്കണം. അതുപോലെ സ്ലേവറി, ട്രാഫിക്കിംഗ്, ചൈൽഡ് മാരേജസ്, ചൈൽഡ് ലേബർ, സെക്ഷൽ അബ്യൂസ്, ഇല്ലിട്രസി എന്ന് വെച്ചാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസമൊന്നും ഇല്ലാതെ പോകുന്നൊരവസ്ഥ. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. ഗവൺമെൻറ് അതുപോലെ തന്നെ കുട്ടികൾക്ക് ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പോളിസീസ് കൊണ്ടുവരണം. കുട്ടികൾക്ക് കൂടെ ജീവിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഈ ഒരു ലോകത്ത് കൊണ്ടുവരണം. ഇപ്പോൾ പല ഓർഗനൈസേഷൻസ് ഉണ്ട്, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് ലൈക്ക് യുണൈറ്റഡ് നേഷൻസ്. ഇവരൊക്കെ
അവരുടെ ആ ഒരു ജോലി അവരുടെ ലൈക്ക് ദി UN ഷുഡ് കോപ്പറേറ്റ് മോർ ആൻഡ് വർക്ക് ഫാസ്റ്റർ ടു അഡ്രസ് ദി ഇഷ്യൂസ് ലൈക്ക് ചൈൽഡ് ലേബർ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻസ്. അപ്പോൾ ഇത്തരം ഇൻ്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ് അടക്കം കുട്ടികളുടെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ചൈൽഡ് ലേബേഴ്സിനൊക്കെ കുട്ടികൾ യൂസ് ചെയ്യുന്നുണ്ടോ അതെല്ലാം നോക്കി അവർക്ക് വേണ്ട ഏറ്റവും പെട്ടെന്നുള്ള റെമഡി വളരെ അർജൻറ്റായിട്ട് അവർക്ക് എത്തിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ കുട്ടികളുടെ കൂടെ നിൽക്കണം, നമ്മൾ ബോൾഡായി ഇരിക്കണം, നമ്മൾ വളരെ ഒരു അംബീഷ്യസ് ആയിരിക്കണം, നമ്മൾ നമ്മുടെ പ്രോമിസുകൾ കീപ്പ് ചെയ്യണം എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹം വേറൊരു കഥ പറയുന്നുണ്ട്. അദ്ദേഹം ആദ്യമായി സ്കൂളിൽ പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്കൂളിലെ ഫ്രണ്ടിൽ അദ്ദേഹത്തിനോട് തന്നെ പ്രായമുള്ളൊരു കുട്ടി ഇരുന്നിട്ട് ചെരുപ്പ് നന്നാക്കുന്നുണ്ടായിരുന്നു, ഷൂവും ചെരുപ്പൊക്കെ നന്നാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി എന്താ സ്കൂളിൽ വരാത്തത് എന്ന് അദ്ദേഹത്തിന് ഭയങ്കര ഒരു ക്വസ്റ്റ്യനിങ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായി. അദ്ദേഹം ഉടനെ പോയി അദ്ദേഹത്തിൻ്റെ ടീച്ചറോട് ചോദിച്ചു, എന്താ കുട്ടി നമ്മുടെ കൂടെ സ്കൂളിലേക്ക് വരാത്തത്? പക്ഷേ ആ ടീച്ചറും ആൾക്ക് അതിനുള്ള ഉത്തരം ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ കൈലാസ് സത്യാർത്ഥി നേരെ തന്നെ പോയി ഈ ചെരുപ്പ് തുന്നുന്ന ആ കുട്ടിയുടെ അച്ഛനോട് ചോദിച്ചു, എന്താണ് ഈ കുട്ടി വരാത്തതെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടിയുടെ രക്ഷകർത്താവ് പറഞ്ഞത്, ഞങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ചിട്ട് പോലുമില്ല, ഞങ്ങൾ ജനിച്ചു തന്നെ പണിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത്തരം ആളുകളിൽ അവർ ആലോചിച്ചിട്ട് പോലുമില്ല, ജനിച്ച ഉടൻ തന്നെ ജോലി ചെയ്യുക, അല്ലാണ്ട് വിദ്യാഭ്യാസം വേണം എന്നുള്ളത് അവർക്ക് അറിയും പോലുമില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമ്മുടെ കൈലാസ് സത്യാർത്ഥി ഒരുപാട് വിഷമിപ്പിച്ചു. അന്ന് അദ്ദേഹം തീരുമാനിച്ചു എന്നാണ് പറയുന്നത്, ഐ ഹാഡ് എ വിഷൻ ഓഫ് ടുമോറോ, നാളേക്ക് ഉള്ള ആ ഒരു എല്ലാവരെയും ഉൾപ്പെടുത്തി എല്ലാ കുട്ടികൾക്കും വേണ്ടതൊക്കെ വിദ്യാഭ്യാസം ലഭിച്ച് കൊടുക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം അന്നേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എ വിഷൻ ഓഫ് ദാറ്റ് കോബ്ലർ ബോയ് സിറ്റിംഗ് വിത്ത് മീ ഇൻ മൈ ക്ലാസ് റൂം. ആ കുട്ടിക്കും ഇദ്ദേഹത്തിനെ പോലെ തന്നെ വിദ്യാഭ്യാസം ലഭിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നൊരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. അങ്ങനെ ആ ടുമോറോ ഇന്ന് ടുഡേ ആയി മാറി എന്നാണ് പറയുന്നത്. എല്ലാ കുട്ടികൾക്കും ദ റൈറ്റ് ടു ലൈഫ്, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് ടു ഹെൽത്ത്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, റൈറ്റ് ടു സേഫ്റ്റി, റൈറ്റ് ടു ഡിഗ്നിറ്റി, റൈറ്റ് ടു ഇക്വാലിറ്റി ആൻഡ് റൈറ്റ് ടു പീസ്. അങ്ങനെ എല്ലാ കുട്ടികൾക്ക് വേണ്ട എല്ലാ റൈറ്റ്സും കൊടുക്കണം. ഇന്ന് അദ്ദേഹത്തിന് ഈ ഉള്ള ഇരുട്ടുകളിൽ നിന്ന്, അതായത് ഈ ബുദ്ധിമുട്ടുകളിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുട്ടികൾ ചിരിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്ക് ഒരുപാട് ഫ്രീഡം കിട്ടിയതായി തോന്നുന്നു, ജോയ് കിട്ടിയതായി തോന്നുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ അതിലൂടെ കുറേ ലൈൻസ് പറയാം. ടുഡേ ഇൻ എവറി വേവ് ഓഫ് എവറി ഓഷ്യൻ ഐ സീ മൈ ചിൽഡ്രൻ പ്ലേയിങ് ആൻഡ് ഡാൻസിങ്. എൻ്റെ കുട്ടികൾ സന്തോഷിക്കുകയാണ്. ഇൻ എവറി പ്ലാന്റ്, ഇൻ എവറി ട്രീ ആൻഡ് എവറി മൗണ്ടെയിൻ ഐ സീ അവർ ചിൽഡ്രൻ ഗ്രോയിങ് ഫ്രീലി വിത്ത് ഡിഗ്നിറ്റി. അത് വളരെ ആസ്വദിച്ച് ജീവിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ കുട്ടികൾ. പിന്നെ അദ്ദേഹം പറയുന്നു, നമ്മളെല്ലാവരും നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു കുട്ടിയെ മനസ്സിലാക്കുക, നമ്മുടെ നെഞ്ചത്ത് കൈ ചേർത്ത് നമ്മുടെ കുട്ടിയെ, നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു കുട്ടിത്തത്തെ മനസ്സിലാക്കാൻ അദ്ദേഹം പറയുന്നു. തുടർന്ന് അദ്ദേഹം പറയുന്നത് കാണികളോട്, നിങ്ങളിൽ പലരെയും എനിക്ക് മഹാത്മാഗാന്ധിയോടും മാർട്ടിൻ ലൂതർ കിങ്ങിനോടും നെൽസൺ മണ്ടേലാസിനെയൊക്കെ പോലെ തോന്നുന്നു. അതായത് ഈ പറഞ്ഞ വ്യക്തിത്വങ്ങളെല്ലാം എന്തിനു വേണ്ടി പ്രവർത്തിച്ചവരാണ്? ജസ്റ്റിസ്, ഇക്വാലിറ്റി ആൻഡ് ഫ്രീഡം, എല്ലാവർക്കും ഒരുപോലെയുള്ള നിയമങ്ങൾ, എല്ലാവർക്കും സ്വാതന്ത്ര്യം, ഇതിനെല്ലാം വേണ്ടി പ്രവർത്തിച്ച ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സ്മരിക്കുന്നു അദ്ദേഹം. തുടർന്ന് എല്ലാവർക്കും വിദ്യാഭ്യാസവും ഇൻഫോർമേഷൻസും എല്ലാവർക്കും ഒരുപോലെ ആക്സസിബിൾ ആയിരിക്കട്ടെ എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരുപോലെ ഫെയർനെസ് ആൻഡ് ഇക്വാലിറ്റി ഫോർ ഓൾ എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സ്നേഹവും എല്ലാവിടേക്കും കിട്ടട്ടെ എന്ന് പറയുന്നു. മേക്ക് എഡ്യൂക്കേഷൻ ആൻഡ് ഇൻഫോർമേഷൻ ആക്സസിബിൾ ടു എവ്രി വൺ. എൻഷുവർ ഫെയർനെസ് ആൻഡ് ഇക്വാലിറ്റി ഫോർ ഓൾ റിഗാർഡ്ലെസ് ദെയർ ബാക്ക്ഗ്രൗണ്ട്. ഏത് കൾച്ചറിൽ നിന്നോ ഏത് കാസ്റ്റിൽ നിന്നോ ഏത് സ്ഥലത്തു നിന്നോ വന്നുള്ള വ്യക്തി ആയിക്കോട്ടെ, എല്ലാവർക്കും ഒരുപോലെയുള്ള നീതി ലഭിക്കട്ടെ എന്നാണ് പറയുന്നത്. സ്പ്രെഡ് ലവ് ആൻഡ് എംപതി വേൾഡ് വൈഡ്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിർത്തുകയാണ്. എക്സ്പ്ലോയിറ്റേഷൻ, ഐ കോൾ ഫോർ എ മാർച്ച് ഫ്രം എക്സ്പ്ലോയിറ്റേഷൻ ടു എഡ്യൂക്കേഷൻ. എക്സ്പ്ലോയിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ മോശപ്പെട്ട രീതിയിൽ ഉപയോഗിക്കുക എന്ന് പറയാം. എക്സ്പ്ലോയിറ്റേഷൻ നിന്നും വിദ്യാഭ്യാസത്തിലേക്ക് മാറുക, അതായത് ആളുകളെ
ഉന്നമനത്തിലോട്ട് എത്തിക്കുക, എംപവറിങ് പീപ്പിൾ. അടുത്തത് പോവർട്ടി ടു ഷെയർഡ് പ്രോസ്പെരിറ്റി, അതായത് വളരെ ബുദ്ധിമുട്ടിൽ നിന്നും ഇക്വാലിറ്റിയിലോട്ട് കൊണ്ടുവരിക, ഇൻഷുറിങ് എവ്രി വൺ ബെനിഫിറ്റ്സ് ഈക്വലി. അടുത്തത് സ്ലേവറിയിൽ നിന്നും ലിബർട്ടിയിലോട്ട് വരിക, ലിബർട്ടി എന്ന് വെച്ചാൽ ഫ്രീഡം. വയലൻസിൽ നിന്നും പീസിലേക്ക് വരിക, സമാധാനത്തിലോട്ട് വരിക. ഒരു ഇഗ്നോറൻസിൽ നിന്നും അവേക്കനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉണർവ്, അങ്ങനെ എല്ലാം വന്നു കഴിഞ്ഞാൽ ഡാർക്ക്നെസ്സിൽ നിന്നും ലൈറ്റിലോട്ട് വരിക, വീണ്ടും ഒരു ഉണർവിനെ പറ്റി പറയുന്നു. അങ്ങനെ നമ്മൾ ഈ ഒരു പുതിയൊരു ലോകത്തിലോട്ട് കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയും അവരുടെ റൈറ്റ്സിന് വേണ്ടിയും വളരെ സമാധാനപരമായ ഒരു ലോകത്തോട്ട് നമ്മൾ മാർച്ച് ചെയ്യണം എന്നാണ് പറയുന്നത്. അവിടെ അദ്ദേഹം അസതോമ സദ്ഗമയ എന്ന് പറയുന്ന ഒരു ശ്ലോകം പറയുന്നുണ്ട്. അതും ഈ പറയുന്ന മീനിങ് തന്നെയാണ് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നൊബേൽ ലെക്ചർ അവസാനിക്കുകയാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ അവിടെ കാണികളെല്ലാം എണീറ്റ് നിന്നിട്ട് ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. അത്രമേൽ ഒരു ഭയങ്കരമായൊരു എഫക്റ്റ് എല്ലാവരുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു നൊബേൽ ലെക്ചറാണ് ഇത്. ക്വസ്റ്റ്യൻസ് എല്ലാം വായിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞത് തന്നെയാണ് ഇതിലെ ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സും. നിങ്ങൾ ചാപ്റ്റർ ഒന്ന് വായിക്കുക. ഇത് നമുക്ക് അവരുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. നൊബേൽ ലെക്ചർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ലിങ്ക് ഉണ്ടാവും, അത് കയറിയിട്ട് നമുക്ക് കാണാവുന്നതാണ്. വീഡിയോയിൽ ആദ്യ ഭാഗങ്ങൾ കുറച്ച് ഹിന്ദി എല്ലാമാണ്, പിന്നീട് അങ്ങോട്ട് ഇംഗ്ലീഷ് തന്നെയാണ്, നമുക്ക് മനസ്സിലാവുന്ന ഇംഗ്ലീഷിൽ തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ ഒന്ന് എല്ലാവരും വീഡിയോ കാണുക, ചാപ്റ്റർ ഒന്നുകൂടെ വായിക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. താങ്ക്